തിരികെത്താം ന്യൂസ് മോർണിംഗിലേക്ക്. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ്. ദേവാലയങ്ങളിൽ ഇന്ന് പ്രത്യേക പ്രാർത്ഥനകൾ തുടരുന്നു. പീഠാനുഭവ സ്മരണ പുതുക്കി കുരിശിന്റെ വഴിയിലും വിശ്വാസികൾ പങ്കെടുക്കുന്നു. രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രം വിവിധയിടങ്ങൾ ഞങ്ങളുടെ പ്രതിനിധികൾ വിശദാംശങ്ങൾ നൽകാൻ കാക്കനാട് മൗണ്ട് സെന്റ് തോമസൺ ചർച്ചിൽ നിന്ന് ആര്യ, തൃശൂർ നിന്ന് നട്ടരാജ്, തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായാന്തോട് എന്നിവർ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നു. ആദ്യം വിജിനിലേക്ക് പോകാം. വിജിൻ, പീഠാനുഭവ സ്മരണ പുതുക്കി കുരിശിന്റെ വഴിയിലും വിശ്വാസികൾ അവിടെ പങ്കെടുക്കുന്നുണ്ട്. എത്ര ഭക്തി നിർഭരമായ ചടങ്ങുകളാണ് അവിടെയൊക്കെ പുരോഗമിക്കുന്നത്? വിജിൻ എവിടെയാണുള്ളത്? വിജിൻ, വിജിൻ കേൾക്കാമോ? സെഫുദ്ദീൻ, കേൾക്കാം. അതായത് യേശുവിനെ കുരിശിലേറ്റിയതിൻ്റെ പീഡാനുഭവ സ്മരണകൾ പുതുക്കിക്കൊണ്ടാണ് ഇപ്പോൾ കുരിശിൻ്റെ വഴി ഇവിടെ കുരിശുമായി ഉള്ള പ്രാർത്ഥനകൾ ഒക്കെ നടത്തിക്കൊണ്ട് തിരുവനന്തപുരം സെൻറ്റ് ജോസഫ് പള്ളിയിൽ നിന്നും ആരംഭിച്ച കുരിശിൻ്റെ വഴി അതിലൂടെ കടന്നു പോവുകയാണ്. പാളയം MLA ഹോസ്റ്റലിന് മുന്നിലൂടെ കടന്ന് വീണ്ടും അത് പള്ളിയുടെ അടുത്തേക്കാണ് എത്തുക. എന്തായാലും ദുഃഖസ്മരണകളിൽ തന്നെയാണ് ക്രിസ്തീയ വിശ്വാസികൾ എല്ലാവരും ഉള്ളത്. ഫാദർ തോമസ് തറയിൽ ഉൾപ്പെടെയുള്ളവർ ആ ദുഃഖസ്മരണ പുതുക്കിക്കൊണ്ടുള്ള പ്രഭാഷണം നടത്തി അല്പസമയം മുമ്പ്. അദ്ദേഹം പറഞ്ഞത് അവനവൻ സ്വയം പ്രാർത്ഥിക്കുക, അവനവൻ സ്വയം നവീകരിക്കുക എന്നുള്ളതാണ് ഈ ദുഃഖസ്മരണകൾ പുതുക്കുന്ന ദിവസം ഭക്തരോട് ഓർമ്മിപ്പിക്കാൻ ഉള്ളത് എന്നുള്ളതാണ്. നിരവധി വിശ്വാസികൾ ഈ കുരിശിൻ്റെ വഴിയിൽ പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് മറ്റ് പള്ളികളിലും തിരുവനന്തപുരത്ത് വിവിധ മേഖലകളിലുള്ള പള്ളികളിലും ഇന്ന് പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, കുരിശിൻ്റെ വഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് യേശുദേവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഈസ്റ്റർ ആഘോഷത്തിലേക്ക് കടക്കുക. ഇന്നലെ പെസഹവാഴം പൂർണ്ണമായും എല്ലാ പള്ളികളിലും ആചരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇന്ന് യേശുവിനെ കുരിശിലേറ്റിയതിൻ്റെ സ്മരണ പുതുക്കിക്കൊണ്ടുള്ള കുരിശിൻ്റെ വഴി ഇപ്പോൾ ഇതുവഴിയൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് പള്ളികളിൽ വെട്ടുകാട് പള്ളി ഉൾപ്പെടെയുള്ള പ്രധാന ദേവാലയങ്ങളിലെല്ലാം പ്രാർത്ഥനകളും കുരിശിൻ്റെ വഴിയും ഇപ്പോൾ നടക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം ഈ സിറ്റിയുമായി ബന്ധപ്പെട്ട മേഖലകളിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും LDF, UDF, NDA സ്ഥാനാർത്ഥികൾ എല്ലാവരും ഇപ്പോൾ കുരിശിൻ്റെ വഴിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരുപക്ഷെ അവസാനത്തെ പ്രധാന ഈ ക്രിസ്തീയ വിശ്വാസികളുടെ ഒരു പരിപാടികളാണ് പെസഹ വ്യാഴവും ഒപ്പം തന്നെ ദുഃഖവെള്ളിയും അത് കഴിഞ്ഞ് ഈസ്റ്ററും യേശുദേവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഈസ്റ്ററും ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളും വിശ്വാസികളുടെ വോട്ട് അവസാനമായി ഉറപ്പിക്കാൻ അവർക്കൊപ്പം ഈ കുരിശിൻ്റെ വഴിയിലും പങ്കെടുക്കുന്നുണ്ട്. ഈസ്റ്റർ പ്രാർത്ഥനകളിൽ ഉൾപ്പെടെ അവരെല്ലാം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ പൂർണ്ണമായും അവരുടെ കൂടി സാന്നിധ്യത്തിലാണ് നിലവിൽ ഈ ക്രിസ്തീയ വിശ്വാസികൾ ഇന്ന് ദുഃഖസ്മരണകൾ കുരിശിലേറ്റിയതിൻ്റെ ദുഃഖസ്മരണകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ആ സ്മരണകൾ പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പ് തിരുവനന്തപുരം സെൻറ്റ് ജോസഫ് പള്ളിയിൽ നിന്നും ആരംഭിച്ച ഈ കുരിശിൻ്റെ വഴി യാത്രയാണ് ഇപ്പോൾ പാളയത്ത് MLA ഹോസ്റ്റലിന് മുന്നിലെത്തിയിരിക്കുന്നത്. സൈഫുദ്ദീൻ. യെസ്, ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അതും പ്രചാരണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ദുഃഖവെള്ളിയും ഈസ്റ്ററും ഒക്കെ വരുന്നത്. സ്വാഭാവികമായും മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും മറ്റു പര്യടന പരിപാടികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ട ഒരവസ്ഥ കൂടിയുണ്ട്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കാണുന്നതാണ്. തിരുവനന്തപുരത്ത് ടൗണുമായി അല്ലെങ്കിൽ സിറ്റിയുമായി ചേർന്ന് കിടക്കുന്ന മണ്ഡലങ്ങളിലെ UDF, LDF സ്ഥാനാർത്ഥികളൊക്കെ ആ കുരിശിൻ്റെ വഴിയിലടക്കം പങ്കെടുത്ത് നമുക്ക് കാണാം. ഇനി കൊച്ചിയിലേക്ക് പോകുന്നു. കാക്കനാട് മൗണ്ട് സെൻറ്റ് തോമസൺ ചർച്ചിൽ നിന്ന് ആര്യ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആര്യ, ഈ കാക്കനാട് പള്ളിയിൽ ചടങ്ങുകൾ ഒക്കെ പുരോഗമിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. കുരിശിൻ്റെ വഴിയിലേക്ക് കടന്നിട്ടുണ്ടോ? എത്ര വലിയ വിശ്വാസികൾ ഏതെല്ലാം നിലക്ക് അതിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്? ചടങ്ങുകൾ എങ്ങനെ തുടരുന്നു? സൈഫു, ഇപ്പോൾ അവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾ തന്നെ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കുരിശിന്റെ വഴിയിൽ നടക്കും എന്നുള്ളതാണ് അറിയുന്നത്. പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് സീറോ മലബാർ സഭയുടെ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് നേതൃത്വം നൽകുന്നത്. യേശു ശിഷ്യന്മാരോടൊപ്പം അന്ത്യം അത്താഴം കഴിച്ച് അവരുടെ കാലുകൾ കഴുകി വിനയത്തിന്റെ ആ ഒരു മാതൃക കാണിച്ച പെസഹവ്യാഴത്തെ തുടർന്നുള്ള ദിവസമാണ് ഇന്ന് വെള്ളിയാഴ്ച. ത്യാഗത്തിന്റെയും പീഡാനുഭവത്തിന്റെയും ഒക്കെ സ്മരണ പുതുക്കിയാണ് ഇവിടെ വിശ്വാസികൾ ഒത്തുകൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. നിരവധി വിശ്വാസികളാണ് ഇവിടേക്ക് എത്തിയത്. അല്പസമയത്തിനകം തന്നെ ഈ ഒരു കുരിശിന്റെ വഴി കൂടെ ആരംഭിക്കും എന്നുള്ളതാണ്.
അപ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മലയാറ്റൂർ കുരിശുമുടിയിലെ ദുഃഖവെള്ളി ആഴ്ചയുള്ള തീർത്ഥാടകരുടെ തിരക്ക് എന്നുള്ളതാണ്. നിരവധി വിശ്വാസികളാണ് മല കയറാനായി മലയാറ്റൂരിലേക്കും എത്തിയിരിക്കുന്നത്. കുരിശുമുടി പള്ളിയിൽ നിന്ന് പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണ്. വൈകിട്ട് 3 മണിക്ക് അടിവാരത്തിലേക്ക് വിലാപയാത്രയും നടക്കും എന്നുള്ളതാണ് മലയാറ്റൂർ കുരിശുമുടിയിലെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ നിരവധി വിശ്വാസികൾ നിരവധി സ്ഥലങ്ങളിലായി നിരവധി ദേവാലയങ്ങളിലായിട്ട് ഈ ഒരു പ്രാർത്ഥനാ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നു. ത്യാഗത്തിന്റെയും പീഠാനുഭവത്തിന്റെയും ഒക്കെ സ്മരണയിൽ ഈ ഒരു വാരം നമുക്കറിയാം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് വിശ്വാസികളെ സംബന്ധിച്ച് എന്നുള്ളതാണ്. ഇപ്പോൾ കാക്കനാട് മൗണ്ട് സെന്റ് തോമസ് ചർച്ചിൽ ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകളെല്ലാം തന്നെ പുരോഗമിക്കുന്നു. അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ പാമ്പാടിമാർ കുര്യാക്കോസ് തയ്യാറയിൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയാണ്. രാവിലെ 7:30 കൂടി തന്നെയാണ് അവിടുത്തെ ശുശ്രൂഷകളെല്ലാം തന്നെ ആരംഭിച്ചത്. 9 മണിയോടെ അവിടെ ആദ്യ പ്രദക്ഷിണം നടക്കുകയും ഉച്ചയ്ക്ക് 2ാം പ്രദക്ഷിണവും നടക്കും. സ്ലീബാവന്ധവും ഖബറടക്ക ശുശ്രൂഷയും നടക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. കാക്കനാട് മൗണ്ട് സെന്റ് തോംസൺ ചർച്ചിൽ നിന്നാണ് ആര്യ വിവരങ്ങൾ നൽകി.